സോഷ്യൽ എക്സാമിന് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അങ്ങ് പറഞ്ഞു തന്നാൽ സംഗതി സൂപ്പർ ആക്കാം അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് എക്കണോമി, ബഡ്ജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്ന ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് പോകാം അല്ലേ? അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് റവന്യൂ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ചോദ്യ പേപ്പറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഓക്കെ, പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പൊതു ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക്കിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട്. അതെന്താണ്? ഗവൺമെന്റിന്റെ ചെലവുകളാണ്. ഗവൺമെന്റിന് എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്? ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനും നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനും സർക്കാർ ചിലവഴിക്കുന്ന ധനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊതു ചെലവുകൾ എന്ന് പറയുന്നത്. വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതാണ് എന്ത്? യെസ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ആസ് ഗവൺമെന്റ് expands its activities. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഒരുപാട് ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ചെലവ് എന്താവും? കൂടൂല്ലേ? കാരണം ചെലവ് നടത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ വികസനേതര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഇറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ വികസനത്തിനും അതേപോലെ നോൺ ഡെവലപ്മെന്റൽ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ചെലവഴിക്കുന്ന പൈസയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതു ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പൊ പൊതു ചെലവുകൾ മെയിൻ ആയിട്ടും രണ്ടെണ്ണം ഉണ്ട്. ഒന്നാമത്തേത് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്, രണ്ടാമത്തേത് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, എക്കണോമി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പണത്തെയാണ് നമ്മൾ വികസന ചെലവുകൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്ക്, ഉൽപാദനം, പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മളിതാ ബ്രിഡ്ജ്, റോഡ്സ്, സ്കൂൾസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് പൈസകൾ ചെലവഴിക്കാറില്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തേത് ആരാണ്? നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്, വികസനേതര ചെലവുകളാണ്. അപ്പം ഈ ഡെവലപ്മെന്റൽ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, രാജ്യ താല്പര്യത്തിനും പൊതു സേവനങ്ങൾക്കുമായിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ചെലവുകൾ നടത്തുന്നുണ്ട്. ആ ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡിഫൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പിന്നെ ആളുകൾക്കുള്ള പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോൾ ഇവരൊക്കെ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പൈസ ചെലവാക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റൽ അല്ലാത്ത, നോൺ ഡെവലപ്മെന്റൽ അല്ലെങ്കിൽ വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് പബ്ലിക് റവന്യൂ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന്റെ റവന്യൂ തന്നെയാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന്റെ ഈ ഡെവലപ്മെന്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മളെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്ത് വേണ്ടി വരുന്നുണ്ട്? ഒരുപാട് പൈസ ആവശ്യം വേണ്ടി വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? നമ്മൾ ജനങ്ങളിൽ നിന്ന് പൈസ കയ്യിലാക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വെൽഫെയർ ആക്ടിവിറ്റീസിനും നമ്മുടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം പണം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊതു വരുമാനം, പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഇത് ആളുകളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ പബ്ലിക് റവന്യൂ എങ്ങനെയുണ്ട്? രണ്ട് തരത്തിലുണ്ട്. ഗവൺമെന്റിന് എങ്ങനെയൊക്കെ റവന്യൂ കിട്ടുന്നത്? വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഒന്ന് ടാക്സിലൂടെ, മറ്റൊന്ന് നോൺ ടാക്സിലൂടെയാണ്. നികുതി വരുമാനവും ഉണ്ട്, നികുതിയേതര വരുമാനവും ഉണ്ട്. അപ്പൊ നികുതി വരുമാനത്തെ തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് ഡയറക്റ്റ് ടാക്സ് ആണ്, രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ അടുക്കുന്ന നികുതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രത്യക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഐഷമസ് എന്ത് ചെയ്യാൻ പോവാണ്? ഷമീം സാറിന്റെ പേരിലാണ് നികുതി ചാർജ് ചെയ്യുന്നതെങ്കിൽ ഷമീം സാർ തന്നെ എന്ത് ചെയ്യണം? ആ നികുതി അടയ്ക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് ടാക്സ് ലിവൈഡ് ഓൺ വൺ ഇൻഡിവിജ്വൽ ഈസ് പെയ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ബൈ അനദർ. ഓക്കെ, ഇപ്പൊ ഞാൻ മറ്റൊരു നികുതി ചാർജ് ചെയ്യാണ്. ഇപ്പൊ ഷമീം സാറിന്റെ പേരിൽ ടാക്സ് ചെയ്തത് ഷമീം സാറിന് തന്നെ അടയ്ക്കണം എന്നില്ല. ഷമീം സാറിന് എന്ത് ചെയ്യാൻ പറ്റും? അത് മറ്റൊരാളുമായിട്ട്, നമ്മുടെ നാഫി സാറുമായിട്ട് ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ട് നാഫി സാറിനോട് ടാക്സ് അടിക്കാനോ പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ്, പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾസ് കൂടെ നോക്കി വെക്കണം. കാരണം ചോദ്യ പേപ്പറിൽ എക്സാമ്പിൾസ് ചോദിക്കാൻ വളരെയധികം ചാൻസസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഇൻകം ടാക്സ് പറയാം, ബിൽഡിംഗ് ടാക്സ് ഒക്കെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കിയേ.
യെസ്, നമ്മുടെ സെയിൽസ് ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ് ഒക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് ഒക്കെ ധരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ എടുത്തുന്ന ഫീസ്, ഫൈൻസ് ഒക്കെ വാങ്ങാറില്ലേ? അപ്പോൾ ഇതൊക്കെ ഏതിലാണ് പെടുന്നത്? ഇത് ടാക്സ് റവന്യൂലല്ല, നോൺ ടാക്സ് റവന്യൂലാണ് പെടുന്നത്. ഫീസ്, ഫൈൻസ്, ഗ്രാന്റ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് തുടങ്ങിയവയൊക്കെ എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പം ഡയറക്റ്റ് ടാക്സിലൂടെയും അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സിലൂടെയും പിന്നെ നോൺ ടാക്സ് റവന്യൂയിലൂടെയും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഗവൺമെന്റ് വരുമാനം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന് വരുമാനം? നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ ഡെവലപ്മെന്റിനും നമ്മുടെ വെൽഫെയറിനും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഈ പബ്ലിക് റവന്യൂ കളക്ട് ചെയ്യുന്നതും ചെലവാക്കുന്നതും. ക്ലിയർ ആണല്ലോ? സർ റെഡി ആണല്ലോ? യെസ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഒരൊറ്റ കാര്യം കൂടെ പഠിച്ചാൽ പ്രധാനമായിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആണ്. എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു രേഖ, രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സർക്കാരിനും എന്തുണ്ടാവും? നമ്മൾക്ക് ഫാമിലി ഇൻകം ഒക്കെ ഉള്ള പോലെ തന്നെ, ഫാമിലി ബഡ്ജറ്റ് ഒക്കെ ഉള്ള പോലെ തന്നെ സർക്കാരിനും എന്തുണ്ടാവും? വരവും ചെലവൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ധനരേഖ തയ്യാറാക്കുന്നുണ്ട്. ഈ ധനരേഖയാണ്, ഈ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തേക്കാണ്. അപ്പോൾ ഈ ഒരു വർഷം ഏതാണെന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മൾ മറക്കരുത്, April 1 തുടങ്ങി March 31 ഈ ആനുവൽ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത്. ഇനി ഒരു ബഡ്ജറ്റ് ആരാണ് അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാലോ നമുക്ക് പറയാം, അത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 112 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുകൂടെ പറഞ്ഞിട്ടുണ്ട്? ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റ്, ഓക്കെ, നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് തന്നെയാണ് രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ബഡ്ജറ്റിനെ വീണ്ടും 2-3 ഡിവൈഡ് ചെയ്തത്, 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് സർപ്ലസ് ബഡ്ജറ്റ്, രണ്ടാമത്തേത് ബാലൻസ്ഡ് ബഡ്ജറ്റ്, മൂന്നാമത്തേത് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ്. അപ്പം മിച്ച ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, മിച്ചം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ ഈ ഒരു കൈ ഇൻകം ആയിട്ടും ഈ ഒരു കൈ ചെലവ് എക്സ്പെൻഡിച്ചർ ആയിട്ടും കൺസിഡർ ചെയ്യുക. അപ്പം മിച്ചം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻകം കൂടുതലും ചെലവ് കുറവായിരിക്കും അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർപ്ലസ് ബഡ്ജറ്റ് അല്ലെങ്കിൽ മിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻകമും ചെലവും ഒരേ രീതിയിലാണെങ്കിൽ, ഇൻകമും എക്സ്പെൻഡിച്ചറും ഒരേ രീതിയിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതെന്താവും? സന്തുലിത ബഡ്ജറ്റ് ആവും, ബാലൻസ്ഡ് ബഡ്ജറ്റ് ആവും. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് കമ്മി ബഡ്ജറ്റാണ്. കമ്മി എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലും നമുക്ക് വരുന്ന വരവ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കമ്മി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. വരവ് കുറവും ചെലവ് കൂടുതലും ആവുന്ന സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ ഒരു 3 ബഡ്ജറ്റ് കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതേപോലെ കൂടുതൽ വീഡിയോസും ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നാളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതുകൂടെ നമ്മുടെ എല്ലാ ഫ്ലവേഴ്സിനും കൂടെ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻസ് മിനിസ്റ്റർ ആരാന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.